ഹലോ എവരിവോൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള സൈറ്റിലുള്ള വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻറ്റീരിയർ കിച്ചൺ വർക്ക്, കുറച്ച് ചെറിയ ചെറിയ വർക്കും കൂടി നമ്മളിവിടെ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിത് കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് കുറച്ച് നല്ല ഭംഗിയായിട്ട് വേണം, അതിന് മാച്ചായ രീതിയിൽ. അപ്പോൾ നമ്മളിങ്ങനൊരു മോഡൽ ക്ലയൻറ്റ് സെലക്ട് ചെയ്ത് തന്നു. ആ രീതിക്ക് തന്നെ നമ്മളിത് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിലിനി ഈ വെർട്ടിക്കലായി കിടക്കുന്ന പോർഷനിൽ നമ്മൾ HPL ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കും. ഹാൻഡ് റെയിൽ നമ്മളിങ്ങനൊരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു റൂഫ് ഉണ്ടാവും. ഈ റൂഫ് നമ്മൾ ഒരു കളർ പാറ്റേൺ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു കോഫി ബ്രൗൺ ആണ് അതിനകത്ത് കൊടുത്ത്, അധികം ജസ്റ്റ് ഒരു ഷീറ്റ് അടിച്ച് വെച്ചാൽ അതൊരു ബോറായിരിക്കും. സോ അതൊരു ചെറിയൊരു ഹട്ട് പോലെ ചെയ്താണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വർക്കുകളെ കുറിച്ചും പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഗേറ്റ് കാണുന്നുണ്ടല്ലോ, അത് തുറന്നേ. അവിടെ എന്തോ അല്ലല്ല, അത് ആ ടവർ ബോൾട്ട് തുറന്നാൽ മതി. ആ ഓക്കെ, ഇനി തുറന്നേ. ഓക്കെ, വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ, ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പിന്നെ നമ്മളിവിടെ പാർട്ടീഷൻ, ഇത് ഫുൾ മെറ്റലിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാർട്ടീഷനാണ്. തിക്നെസ്സുള്ള മെറ്റൽ ഷീറ്റ് വെച്ചുകൊണ്ട് നമ്മളത് രണ്ട് സൈഡും വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അതിൽ പിന്നീട് നമ്മൾ ബോഡി ഫില്ലർ ചെയ്ത് ഒറ്റ ഷീറ്റാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, പെട്ടെന്ന് നമ്മൾ ദൂരം നോക്കുമ്പോൾ അതൊരു മെറ്റൽ ആണ് എന്ന് തിരിച്ചറിയില്ല. അതിനി ഉടൻ ഫിനിഷിൽ ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റിൻ്റെ ചെറിയൊരു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലുവർ പാനൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അടച്ച് നെക്സ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റാക്കി അതിനെ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ വാഷിംഗ് യൂണിറ്റാണ്. വാഷ് ബേസിൻ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് കിച്ചനാണ്. കിച്ചനും തിരിച്ച് ഇത് നമുക്ക് ഈ ഒരു ഏരിയ ഓവൻ വയ്ക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, ഫിനിഷ് ആയിട്ടില്ല. അത് ഫിനിഷ് ആകുമ്പോഴത്തേക്കും ഇതിൽ മുകളിലും താഴെയും പ്ലൈവുഡ് സെറ്റാക്കി അങ്ങനൊരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, GPPT
ഇവിടെ ക്ലോസ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെയും നമ്മൾ കട്ട്ലർ താലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊന്നും കാണിക്കും. ഇപ്പോൾ വർക്ക് സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഒരു വീഡിയോ എടുക്കണം, ആ ഒരു രീതിയിലാണ് ഞാനിതിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വർക്ക് ഫിനിഷ് ആയതിനു ശേഷം പൂർണ്ണമായിട്ടും ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നമ്മളിതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നാലും വർക്ക് കഴിയുമ്പോൾ കമൻറ്റ് പറയും, ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്നല്ലോ എന്ന് നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്.